ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന കുറച്ച് പ്രയോഗങ്ങൾ പറഞ്ഞു തരാട്ടോ. നമ്മൾ പല സാഹചര്യങ്ങളിലും ഡെയിലി ലൈഫിലും ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും നമുക്ക് ഇതിന്റെ അർത്ഥം പിടികിട്ടാറില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ആൻ എലിഫന്റ് മെമ്മറി അങ്ങനെ കേട്ടിട്ടില്ലേ? ഓഹ്, ആനയുടെ ചെവിയാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും അവന്, അല്ലെങ്കിൽ ആനയുടെ ഓർമ്മ ബുദ്ധി എന്നൊക്കെ ഉള്ള പോലെ അങ്ങനത്തെ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? അതേപോലത്തെ എലിഫന്റ് മെമ്മറി, അതായത് ഭയങ്കരമായ ഓർമ്മശക്തി, ഗ്രേറ്റ് മെമ്മറി എന്നൊക്കെ പറയില്ലേ, അതിനെ പൊതുവെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അടുത്തത് പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ വീഡിയോന് താഴെ പലരും വന്നിട്ട് പറയുന്നുണ്ട്, ബ്രോ ഇംഗ്ലീഷ് ഈസ് നോട്ട് എ പീസ് ഓഫ് കേക്ക്. അതായത് ഇംഗ്ലീഷ് അത്ര ഈസി അല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി നന്നായി മുറിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് അല്ലേ? അടുത്തത് ഏർലി ബേർഡ്. നിങ്ങൾ എന്തെങ്കിലും കോൺഫറൻസോ പ്രോഗ്രാമിനൊക്കെ ചെയ്യുമ്പോൾ ഏർലി ബേർഡ് ഡിസ്കൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പലപ്പോഴും ഏർലി ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഏർലി ബേർഡ് എന്ന് പറഞ്ഞാല് ഹൂ വേക്ക് അപ്പ് ഏർലി എന്നാണ് ടെക്നിക്കൽ മീനിങ്. പക്ഷെ അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, നേരത്തെ എണീക്കുന്ന കുരുവിക്ക് കൂടുതൽ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ ആദ്യം ചെന്ന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഏർലി ബേർഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഏർലി ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം എൻ ഏർലി ബേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്ന ഒരാളാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ ഏർലി ബേർഡ് ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നവർക്ക്, നേരത്തെ വരുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. അടുത്തതാണ് കപ്പ് ഓഫ് ടീ വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖല, ഇറ്റ്സ് മൈ കപ്പ് ഓഫ് ടീ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ചില സിനിമകൾ കണ്ടിട്ട് നമ്മൾ പറയും ഇറ്റ് ഈസ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ, അതായത് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമ അല്ല അത്. അപ്പോൾ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉപയോഗിക്കുക. അടുത്തതാണ് ഹസിൽ ആൻഡ് ബസിൽ, അതായത് ഭയങ്കര തിരക്കാണ്. ഹസിൽ ആൻഡ് ബസിൽ ഭയങ്കര ക്രൗഡഡ് ആണ്, ഭയങ്കര തിരക്കാണെങ്കിലൊക്കെ ഹസിൽ ആൻഡ് ബസിൽ എന്ന് നമുക്ക് പറയാം കേട്ടോ. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു സാധനത്തിനെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പ്രയോഗമാണ് കേട്ടോ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഓഹ്, വല്ല വാവിനും സംക്രാന്തിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? വാവും സംക്രാന്തിയൊക്കെ എപ്പോഴും വരുന്ന കാര്യമില്ലല്ലോ, എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കുന്നതായതുകൊണ്ട് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാട്ടാ. ഓവർ ദ മൂൺ കേട്ടിട്ടുണ്ടോ? മൂൺ വെച്ചിട്ടുള്ള രണ്ടാമത്തെ സംഭവം ഉണ്ട്. ഓവർ ദ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി ആകുമ്പോൾ നമ്മൾ അതിനെ പറയും ഓവർ ദ മൂൺ എന്ന് പറയും. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഒരു 5-6 ഇഡിയംസ് പറഞ്ഞു അല്ലെ, ഇംഗ്ലീഷിൽ പ്രയോഗിക്കാവുന്ന സംഭവങ്ങൾ. ഈ ഇഡിയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളത് കമന്റിൽ മെൻഷൻ ചെയ്യണം. അത് വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ സെന്റൻസ് കൂടി നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യണം കേട്ടാ. എന്റെ പേര് ഷിജു തോമസ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഷോ. നമ്മൾ ഇത്തരത്തിലുള്ള പല വീഡിയോകളും ചെയ്യുന്നുണ്ട് കേട്ടാ. വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇവിടെയും താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്കിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.